അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറക്കി ഭക്ഷിക്കുന്നവൻ തന്നിൽപ്പെട്ടവനല്ല എന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ആ ഉദാത്തമായ സൗഹാർദ്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ಶಾಂತಿಯುടെയും സന്ദേശം ലോകം ഏറ്റെടുക്കുകയാണ്. ಜಗತ್ತಿಗೆ ಬ್ರದರ್ಹುಡ್ ಅನ್ನು ಕಲಿಸಿದ್ದು ನಮ್ಮ ಪ್ರೊಫೆಟ್ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ 1500ನೇ ಈ ಜನ್ಮದಿನ ಪ್ರಯುಕ್ತ ಎಲ್ಲರಿಗೂ ಶುಭವಾಗಲಿ. Age of the Prophet sallallahu alaihi wasallam, at the childhood age itself, he has been named as the Al-Amin on the basis of the truthworthy person. ಖಾನ ಕುಲ್ಕುಹು ഖുർആന, ಅವರ ಸ್ವಭಾವ ಅದು ഖുർആൻ ഷರೀഫ് ಆಗಿದೆ. നിർജീവികളുടെയും ജീവികളുടെയും നേതാവായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണ്. ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500 വർഷത്തെ ജന്മദിനമാണ് ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും വളരെ ഗംഭീരമായി ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് നൽകിയ വലിയ സന്ദേശമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷിക്കുന്നവൻ തന്നിൽപ്പെട്ടവനല്ല എന്നും അയൽവാസി അമുസ്ലിമാണെങ്കിൽ പോലും അവനെ ബഹുമാനിക്കണമെന്നും ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും സന്ദേശങ്ങൾ ലോകത്തിലേക്ക് വെളിച്ചം നൽകിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിലേക്ക് തന്നെ ശാന്തി ദൂതനായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1500 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരു മങ്ങലുമേൽക്കാതെ വളരെ ഗംഭീരമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മുത്തുനബിയുടെ ജന്മദിനം വളരെ ഗംഭീരമായി ആചരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തെളിവ് തന്നെ അതുതന്നെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ പാതകൾ പിൻപറ്റി അവിടുത്തെ ചര്യകൾ പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത്തെ ജന്മദിനം ഇന്ന് ലോകത്തിൻ്റെ മുക്കുമൂലകളിലെല്ലാം കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് 1500 വർഷം പിന്നിട്ടിട്ടും എല്ലാ സ്ഥലങ്ങളിലും മുത്തുനബിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ആ ഉദാത്തമായ സൗഹാർദ്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം ലോകം ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പോറലും ഏൽക്കാതെ മുത്തുനബിയെ ഇന്നും ഈ റാലിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരും മറന്നിട്ടില്ല, ഒറ്റ ഒരു ജനതയും മറന്നിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദാത്തമായ സന്ദേശമാണ് ലോകത്തിലേക്ക് അർപ്പിച്ചിട്ടുള്ളത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. Today we are celebrating birthday of our beloved Prophet Mustafa sallallahu alaihi wasallam. Modern scientists told and philosophers like Bernard Shaw told, far from being the antichrist, he must be called the savior of humanity. ಅಂದರೆ ಜಗತ್ತಿನಲ್ಲಿ ಈಗ ಫ್ಯಾಮಿಲಿ ಹೊರಗೆ ಅಥವಾ ಸೊಸೈಟಿ ಒಳಗೆ ಹಾಗೆ ರಾಜ್ಯದಿಂದ ರಾಜ್ಯದವರೆಗೆ ದೇಶದಿಂದ ದೇಶದವರೆಗೆ ಸಂಘರ್ಷದ ಸಂಕೀರ್ಣ ಈ ಸಂದರ್ಭದಲ್ಲಿ ಪ್ರೊಫೆಟ್ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅಂತಹ ವ್ಯಕ್ತಿಗಳು ರಾಜ್ಯ ಆಡಳಿತವನ್ನು ವಹಿಸಿದರೆ ಈ ಜಗತ್ತಿನ ಎಲ್ಲ ಸಂಕೀರ್ಣವಾದ ಸಮಸ್ಯೆಗಳನ್ನು ಪರಿಹರಿಸಿ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಉತ್ತಮವಾದ ಆಡಳಿತ ನಡೆಸುವರಂತ ಹಾಗೆ ನಮ್ಮ ಅವರು ಹೇಳಿದಂತೆ ಜಗತ್ತಿಗೆ he took the torture of brotherhood from ಮಕ್ಕಾ ಟು ಮೊರೊಕ್ಕೊ ತನಕ ಅಥವಾ ಜಗತ್ತಿಗೆ ಬ್ರದರ್ಹುಡ್ ಅನ್ನು ಕಲಿಸಿದ್ದು ನಮ್ಮ ಪ್ರೊಫೆಟ್ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ. ಹಾಗೆ ಸೈಂಟಿಸ್ಟರು, ದಾರ್ಶನಿಕರು ಯಾರೆಲ್ಲ ಈ ಜಗತ್ತಿನಲ್ಲಿ ಬುದ್ಧಿಜೀವಿಗಳು ಬಂದಿರ ಅವರೆಲ್ಲರೂ ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಹೋಗ್ತಾರೆ. ಅವರ ಆ ಸಂದೇಶವನ್ನು ಜಗತ್ತಿಗೆ ಸಾರುವ ಅಥವಾ ಅವರ ಆ ಥಾಟ್ಸನ್ನು ಜಗತ್ತಿಗೆ ಸಾರುವ ಪ್ರಕೃತಿಗಳನ್ನು ಹಾಡುತ್ತಾ ನಮ್ಮ ಮಕ್ಕಳು SBSನ ಮಕ್ಕಳು ಹಾಗೆ ನಮ್ಮ ಈ ಮದ್ರಸದ ಈ ಊರಿನ ಮಕ್ಕಳು ಯಾವ್ದು ಹೋಗಿ ಆ ಸಂದೇಶವನ್ನು ಎಲ್ಲರಿಗೂ ಕೊಟ್ಟಿದ್ದಾರೆ. ಎಲ್ಲರಿಗೂ ಈ ದಿವಸದ ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ 1500ನೇ ಜನ್ಮದಿನಾಚರಣೆ ಶುಭಾಶಯಗಳು. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ, 1500ನೇ ಜನ್ಮದಿನ ಪ್ರಯುಕ್ತವಾಗಿ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಈ ಮಿಲಾದ್ ನಬಿ ಸಂದೇಶ ರ್ಯಾಲಿ ಹೋಗುವಾಗ ಇದಕ್ಕೆ ಬೇಕಾದಂಥ ರೀತಿಯಲ್ಲಿ ತಂಪು ಪಾನೀಯಗಳನ್ನು ನೀಡಿ, ಮಕ್ಕಳಿಗೆ ಸಿಹಿ ತಿಂಡಿಗಳನ್ನು ನೀಡಿ, ಸಾರ್ವಜನಿಕವಾಗಿ ಶಾಂತಿಯುತ ಸಹಬಾಳ್ವೆ ಜೀವನಕ್ಕೆ ನಾಂದಿ ಹಾಡುವಂತಹ ಒಂದು ಸುಭದ್ರ ಸಮಾಜಕ್ಕೆ ನಿರ್ಮಿಸಲು ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಇವತ್ತು ನಾವು
ಈ ಸಂದೇಶ ರ್ಯಾಲಿಯನ್ನು ನಾವು ಇವತ್ತು ಸಮಾಜಕ್ಕೆ ಸಮರ್ಪಿಸ್ತಾ ಇದ್ದೇವೆ. ಇನ್ಶಾ ಅಲ್ಲಾ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ಹೇಳಿದಂತಹ ಹಲವಾರು ಸಂದೇಶಗಳನ್ನು ನಮ್ಮ ಜೀವನದಲ್ಲಿ ಮೈಗೂಡಿಸಿಕೊಳ್ಳುತ್ತಾ ಜೀವನದಲ್ಲಿ ನಮ್ಮ ಶಾಂತಿ ಸಹಬಾಳ್ವೆಗೆ ಬೇಕಾದ ರೀತಿಯ ಎಲ್ಲ ಒಂದು ಮಾನವಿಕ ಮೌಲ್ಯದ ಪಾಠಗಳನ್ನು ಸವಿಯುತ್ತಾ ಇನ್ಶಾ ಅಲ್ಲಾ 1500ನೇ ಈ ಜನ್ಮದಿನ ಪ್ರಯುಕ್ತವು ಎಲ್ಲರಿಗೂ ಶುಭವಾಗಲಿ ಎಂದು ಅಲ್ಲಮೀನ್ ಫ್ರೆಂಡ್ಸ್ ವತಿಯಿಂದ ಈ ನಡೆದಂತಹ ಈ ಸಾರ್ವಜನಿಕ ಸಿಹಿ ತಿಂಡಿ ವಿತರಣಾ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಎಲ್ಲರಿಗೂ ಸಂದೇಶವನ್ನು ಸಾರುತ್ತಾ ಮಗದೊಮ್ಮೆ ಎಲ್ಲರಿಗೂ ಹ್ಯಾಪಿ ಈದ್ ಮಿಲಾದ್, ಎಲ್ಲರಿಗೂ ಈದ್ ಮಿಲಾದ್ ಹಬ್ಬದ ಶುಭಾಶಯಗಳು. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. A warm Eid Milad for all my dear friends. Dear Ahbab, we know that this is the 1500 years birthday of the Prophet sallallahu alaihi wasallam. His life is a root for the peace of the world, not only for the Muslim, not only for the other religions. He had been given the message, the exact message of the peace for the each and every people of the present and the past and also coming generation. We know that this post generation, the Prophet values of the peace, the Prophet values of the strength, which is being said by the Prophet sallallahu alaihi wasallam. It has been narrated by a lot of the narrators, a lot of the philosophers, a lot of the poet. We know at the age of the Prophet sallallahu alaihi wasallam, at the childhood age itself, he has been named as the Al-Amin, on the basis of the truthworthy person. This is an exact message that the Prophet stand upon the truth, the Prophet stand upon the peace, where it laid a stone, where it laid a pillar for the peace. We know that the dark age people, they had been killed the women on the basis of the women had been not illiterate, they had been illiterate people, they will be a burden for the society. But the Prophet converted this particular people from the age of the dark age for the a social thinking people, which converted the whole world, which converted the Islam on the basis of the peace. So as a today's message, we want to say that the Prophet value of the peace should be spread upon each and every corner of the world. This I conclude. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಜಗದಗಳ ಶಾಂತಿಯ ಕಾರ್ಮಿಗಳನ್ನೇ ಚೆಲ್ಲುತ್ತಾ ಮಸ್ತಿಷ್ಕ ಮನಸ್ಸುಗಳಿಗೆ ಮಾನವೀಯತೆಯ ಪಾಠವನ್ನು ಬೋಧಿಸಿದಂತಹ ಪ್ರವಾದಿ ಪೈಗಂಬರ್ ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ 1500ನೇ ಜನ್ಮದಿನೋತ್ಸವದ ಶುಭ ವೇಳೆಯಲ್ಲಾಗಿದೆ ನಾವು ಇಲ್ಲಿ ಒಂದುಗೂಡಿರುವುದು. ಇವತ್ತು ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಜನ್ಮದಿನವು ಲೋಕದ 4 ಮುಕ್ಕು ಮೂಲೆಗಳಲ್ಲೂ ಆಚರಿಸಲ್ಪಡುತ್ತಿದೆ. ಕಾರಣ ಪ್ರವಾದಿ ಪೈಗಂಬರ್ ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಜೀವನ ಶೈಲಿಯು ಅರಿತುಕೊಂಡ ಜನರು ಇದನ್ನು ಆಚರಿಸದೇ ಇರುವುದು ಅವರಿಗೆ ವ್ಯರ್ಥವೆಂದು ಅವರ ಬೋಧನೆಗೆ ತಕ್ಕವಾಗಿದೆ. ಆಯಿಷಾ ಬಿಬಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹಾ ಹೇಳುತ್ತಾರೆ, ಪ್ರವಾದಿಯವರ ಸ್ವಭಾವವು അത് ഖാന ഖുൽഖുഹു ഖുർആന, അവರ സ്വഭാവ അത് ഖുർആൻ ഷരീഫ് ആಗಿದೆ. 1500ാമത്തെ നബിദിന ആശംസ നേരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഈ റബീ നിർജീവികളുടെയും ജീവികളുടെയും നേതാവായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണ് ഞങ്ങൾക്ക് ഈ ഉമ്മത്തിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് ഞങ്ങൾ ഉമ്മത്തിങ്ങൾക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ബന്ധം ഇതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹബീബായ തങ്ങൾ പറഞ്ഞ ഒരു ആയത്തിലൂടെ, ഒരു ഹദീസിലൂടെ, ഒരുപാട് ഹദീസുകളുണ്ട്, ഒരുപാട് ആയത്തുകളുണ്ട്. അതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഹബീബായ തങ്ങളെ വല്ലാതെ മുഹബ്ബത്ത് വെക്കണം. അത് ഞങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കാളും സ്വന്തം ആഡംബരത്തിനേക്കാളും വല്ലാതെ പ്രണയിച്ചാൽ മാത്രമാണ് ഞങ്ങൾ പരിപൂർണമായി മുഅ്മിനാവുകയെന്ന് പുന്നാർ ഹബീബായ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെക്കാളും ഹബീബായ തങ്ങൾ വല്ലാതെ മുഹബ്ബത്ത് വെക്കണം. ഈ ദിനത്തിൽ ഞങ്ങൾക്ക് കഴിയുന്നത്ര സ്വലാത്തുകളും കഴിയുന്നത്ര ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഹബീബായ തങ്ങളുമായി ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾ ചെയ്ത് ഹബീബായ തങ്ങൾ വല്ലാതെ സന്തോഷിപ്പിക്കണം. ബെൽമ കൽപ്പാതെ മുഹീദ്ദീൻ ജുമാ മസ്ജിദിൻ്റെയും നൂറുൽ ഹുദ മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട പ്രവാദി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാം ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഐതിഹാസികമായ മീലാദ് റാലി അൽഹംദുലില്ലാഹ് വളരെ മനോഹരമായി, പ്രൗഢമായി, ഭംഗിയോടെ കുട്ടികളും വലിയവരും അതേപോലെ തന്നെ നമ്മുടെ യുവാക്കളും എല്ലാം ചേർന്ന് വളരെ ഗംഭീരമായി ദഫിൻ്റെയും സ്കൗട്ടിൻ്റെയും അകമ്പടിയോടുകൂടി നടക്കുകയുണ്ടായി. അതിലേക്ക് നാട്ടിലെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളും മധുരങ്ങളൊക്കെ തന്ന് സന്തോഷിപ്പിക്കുകയും സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും അറിയിക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ.